ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വൃന്ദാവനത്തിലാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ ഒരു മോക്ഷ ട്രാവൽസിൻ്റെ കൂടെ ഒരു വൃന്ദാവൻ മഥുര ട്രിപ്പിലാണ് അല്ലേ. അപ്പം ഇന്ന് വൃന്ദാവൻ മഥുര ട്രിപ്പിൻ്റെ ഞങ്ങളുടെ 2ാമത്തെ ദിവസമാണ്. അപ്പം ഇതിന് മുമ്പത്തെ 2 ദിവസത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതിൽ കാണും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് വൃന്ദാവനിലെ യമുന റിവറിൻ്റെ മേളിൽ കൂടെയാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ 2ാം ദിവസവും 3ാം ദിവസവും കൂടിയാണ് ഇടാൻ പോകുന്നത്. അപ്പം ഇന്ന് ആദ്യം നമ്മൾ പോകുന്നത് ഗോകുൽധാമും മഥുരായുമാണ്. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ പോകുന്നത് നന്ദഗാവ്, ബർസാന, പിന്നെ ഗോവർദ്ധൻ പരിക്രമ. അപ്പം നേരെ ഗോകുൽധാമിലോട്ട് പോകാം. ഗോകുൽധാമിൽ നമ്മൾ ഇതുപോലത്തെ ഇടുങ്ങിയ ഇടവഴികൾ, ഗലികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആദ്യം ചെല്ലുന്നതും കാണുന്നതും ഈ ഒരു സ്ഥലമാണ്. ഒരു കുളമാണ്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ ഇതെന്താണെന്നുള്ളത്? ഒരു ചെറിയൊരു ഊഹം. യെസ്, അത് തന്നെ. ഇതാണ് ആ കദംബമരം. കൃഷ്ണാവതാര സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ഗോപികമാരുടെ വസ്ത്രം അപഹരിച്ച് ഒളിപ്പിച്ച് വച്ചിരുന്ന ആ കദംബമരമാണിത്. അന്ന് കൃഷ്ണൻ അപഹരിച്ച വസ്ത്രത്തിന്റെ പ്രതീകാത്മകമായി ഇന്നും ഇവിടെ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ ഇതുപോലത്തെ തുണിക്കഷ്ണങ്ങൾ അതിവിടെ മേടിക്കാൻ കിട്ടും കടകളിൽ. അത് മേടിച്ച് ഇവിടെ കെട്ടിയിടാറുണ്ട് കേട്ടോ. ഇതാണ് ആ കദംബമരം. ഇതിന്റെ താഴെയാണ് ഈ കുളം ഉള്ളത്. ഇത് പണ്ട് യമുനാ നദിയുടെ കൈവരിയായിരുന്നു. ഇപ്പൊ ചുരുങ്ങി ഇത് ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് പൂതനാവധം നടന്ന സ്ഥലമാണ്. ഗോകുലത്തിലെ ഒരു വീടിന്റെ തിണ്ണയാണിത്. ഇവിടെയാണ്, ഈ പർട്ടിക്കുലർ സ്പോട്ടിലാണ് പൂതനാവധം നടന്നത്. ഈ സ്ഥലത്താണ് മഹാദേവൻ കൃഷ്ണാവതാര സമയത്തിൽ ബാലകൃഷ്ണനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന സ്ഥലം. ഇതാണ് കർണക്കു. ഇതിന്റെ ഐതിഹ്യം, ഇതിന്റെ കഥ, ഇതിന്റെ പിന്നിലുള്ള കഥ എനിക്ക് അറിയില്ല. ഒരു വലിയ കിണറാണ്, ഭയങ്കര ഡീപ്പാണ്. അപ്പൊ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടു കേട്ടോ. പിന്നെ ഞങ്ങള് വീണ്ടും ബാക്കിയുള്ള സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഈ വഴി കൂടെ പോവുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ കൂടിയ ഒരു ഢോലക്കാരനാണ് ഇത്. അയാൾക്ക് എന്തെങ്കിലും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടന്ന് കൊട്ടിക്കൊണ്ടിരുന്നത്. ഒരു സ്ഥലത്ത് ഞങ്ങളും നിന്ന് അയാളുടെ ഢോലത്തിന്റെ ബീറ്റ്സിന്റെ കൂടെ ഡാൻസ് കളിച്ചു. അയാൾക്കൊരു വരുമാന മാർഗവുമായി, ഞങ്ങൾക്കൊരു എന്റർടൈൻമെന്റുമായി. പിന്നെ വീണ്ടും ഞങ്ങൾ നടന്ന് ഈ ഗലികളിലൂടെ നടന്ന് നമ്മൾ എത്തുന്നത് യമുനാ തീരത്താണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ യമുനാ നദി കരകവിഞ്ഞൊഴുകി വെള്ളം വീടുകളിലോട്ട് കയറി തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അധിക ദൂരം അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങള് തിരിച്ച് നടന്നപ്പോഴും ഈ ഢോലക്കാരൻ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇയാള് ഞങ്ങളെ വിടുന്ന ലക്ഷണമില്ല. ഇതാണ് ഗോകുലത്തിലെ എൻട്രൻസ്. അങ്ങനെ കൊട്ടി ഇയാള് ഞങ്ങളെ വണ്ടി വരെ കൊണ്ടാക്കി കേട്ടോ. കുറച്ച് ദൂരെ പോയപ്പോഴത്തേക്ക് കണ്ട ഒരു കാഴ്ചയാണിത്. ഇതൊരു ഗോശാലയാണ്.
ഗോസംരക്ഷണത്തിന്റെ ഭാഗമായി കുറെ സ്ഥലങ്ങളിൽ ഇതുപോലെ ഗോശാല പണിതിട്ടുണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് കൃഷ്ണ ജന്മഭൂമി മഥുരയിലേക്കാണ്. ഇവിടെ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. ക്യാമറ തന്നെ അവരെടുത്തു വെക്കും. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഉച്ച കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പോയത് രംഗനാഥ സ്വാമി ടെമ്പിളിലോട്ടാണ്. ഒരു സൗത്ത് ഇന്ത്യൻ രീതിക്ക് പണിത ഒരു ടെമ്പിൾ ആണിത്. ഇവിടെയും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. പിന്നെ ഞങ്ങൾ വൈകുന്നേരമായി റൂമിൽ വന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് നന്ദഗാവിലോട്ടാണ്. നന്ദഗാവിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്കറിയാം, മഥുരയിൽ കൃഷ്ണൻ ജനിച്ചിട്ടുണ്ടെങ്കിലും വസുദേവര് കംസനിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണനെ വൃന്ദാവനത്തിൽ കൊണ്ടാക്കിയായിരുന്നു. പക്ഷെ ഇത് അറിഞ്ഞ കംസൻ കൃഷ്ണനെ ഉപദ്രവിക്കാനായിട്ട്, കൃഷ്ണനെ വധിക്കാനായിട്ട് ഒരുപാട് അസുരന്മാരെ അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അസുരന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ആയപ്പോ കൃഷ്ണന്റെ വളർത്തച്ഛനായ നന്ദബാബ അല്ലെങ്കിൽ നന്ദഗോപൻ ഒരു മലയുടെ മുകളിലോട്ട് താമസം മാറിയായിരുന്നു. പിന്നീട് ആ സ്ഥലം മൊത്തം നന്ദഗാവായിട്ട് അറിയപ്പെട്ടു. അദ്ദേഹം താമസിച്ച വീട് നന്ദഭവൻ ആയും അറിയപ്പെട്ടു. അപ്പൊ ഇതാണ് ആ പർട്ടിക്കുലർ സ്ഥലം. ഇവിടെ ഇപ്പോ ഇങ്ങനെയാണ്. ചുറ്റും ഒരു കൊറിഡോർ പോലെ ഉണ്ട്. പിന്നെ ഒരു നടുമുറ്റത്തിന്റെ നടുക്കായിട്ട് ഒരു അമ്പലം. ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നന്ദബാബ, യശോദാമ്മ, ഭഗവാൻ കൃഷ്ണൻ, ചേട്ടൻ ബലരാമനാണ്. ഇതാണ് ഇവിടുത്തെ പണ്ഡിറ്റ്ജി. आपको भी अपनी जगह से आगे खिसकना है, क्योंकि ब्रज की रज नहीं लगी तो ब्रज में आने का फल नहीं मिलेगा। मैं बोलूंगा पापा भैया, आप लोग बोलना चले कन्हैया, और अपनी जगह से आगे खिसकोगे तो भगवान की रज लगेगी और यहाँ आने का फल मिलेगा. പണ്ഡിറ്റ്ജി പറഞ്ഞത് ഇവിടെയാണല്ലോ ഭഗവാൻ കൃഷ്ണൻ മുട്ടിൽ നടന്ന സ്ഥലം. അപ്പൊ ഇതുപോലെ നമ്മളും ഇരുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മുന്നോട്ട് ഞെരങ്ങിയാൽ നമ്മുടെ ജീവിതവും സഫലമാകും. അപ്പൊ രാധേ രാധേ. നന്ദഭവന്റെ ചുവർ ചിത്രങ്ങളാണ് കേട്ടോ ഇത്. കൃഷ്ണാവതാരം, കൃഷ്ണലീലകൾ ഓരോന്നായിട്ട് ഇവിടെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. വാൾ പെയിന്റിങ്. ഈ നന്ദഭവന്റെ ടെറസിലോട്ട് കയറുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഇത്. നല്ല ചൂടുണ്ട്, കാലൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങള് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. അടുത്തത് രാധാറാണിയുടെ ടെമ്പിളാണ്. ബർസാനയിലുള്ള രാധാറാണി ടെമ്പിൾ. നമ്മുടെ വൃന്ദാവൻ യാത്ര പൂർണ്ണമാവണമെങ്കിൽ ബർസാനയിൽ വന്ന് രാധാറാണീനെ തൊഴുത് പോയാലേ നമ്മുടെ യാത്ര സഫലമാകുള്ളൂ. അപ്പൊ ഇതാണ് രാധാറാണിയുടെ കൊട്ടാരം. ഇവിടെയും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. ബർസാനയെ പറ്റി പറയുകയാണെങ്കിൽ ഇതും ഒരു കുന്നിന്റെ മുകളിലാണ് രാധാറാണിയുടെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ബർസാനയിലെ ആ മല. ഇവിടത്തെ രാജകുമാരിയായിരുന്നു റാണി. അച്ഛൻ വൃഷഭാനു. അങ്ങ് ദൂരെ വൃന്ദാവനം ടൗൺ കാണാം. ഈ വഴിയിലൂടെയാണ് നമ്മൾ കയറി വരേണ്ടത്. ഇവിടെ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കൽ ഒന്നും കയറ്റൂല. ഇതുപോലത്തെ വണ്ടികളുണ്ട്, ട്രെയിൻഡ് ഡ്രൈവർ ഉണ്ട്. അവരെ ഇതിന്റെ മുകളിലോട്ട് വരുത്തുള്ളൂ. കാരണം ഒരുപാട് ഹെയർ പിൻ കർവ്സ് ഉണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഗോവർദ്ധൻ പരിക്രമയിലോട്ടാണ്. വെറുതെ നിൽക്കുന്ന ഓട്ടോ കണ്ടപ്പോ ഒരു കൗതുകത്തിന് വേണ്ടി കയറി ഇരുന്നതാണ് കേട്ടോ. വെറുതെ
ഒരു രസം. അപ്പൊ ഗോവർദ്ധനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഗോവർദ്ധന പർവ്വതത്തിന്റെ കഥ തുടങ്ങുന്നത് അങ്ങ് ത്രേതായുഗത്തിൽ നിന്നാണ്. ശ്രീരാമാവതാര സമയത്ത് രാമസേതു നിർമ്മാണത്തിനാണെങ്കിൽ കല്ലുകളും പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാനരന്മാര് പല ദിശകളിലോട്ട് പോയായിരുന്നു. അപ്പൊ നമ്മുടെ ഹനുമാൻ പറക്കാൻ പറ്റുന്നതുകൊണ്ട് നേരെ ചെന്നത് ഹിമാലയത്തിലേക്കാണ്. അവിടെ നിന്ന് വലിയൊരു കല്ല് മല തന്നെ പൊക്കിയെടുത്തോണ്ട് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ പറന്ന് തിരിച്ചു വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ രാമസേതുയുടെ ആർക്കിടെക്ട്സ് ആയ നളനും നീളനും വിളിച്ചു പറഞ്ഞത്, ഇനി നമുക്ക് റോ മെറ്റീരിയൽസിന്റെ ആവശ്യമില്ല. അപ്പൊ ആ സമയത്ത് ഹനുമാൻ പറന്നുകൊണ്ടിരുന്നത് ബ്രജഭൂമിയുടെ മേളിൽ കൂടെയായിരുന്നു. അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന മല അവിടെ തന്നെ താഴെ വെച്ചേച്ച് തിരിച്ച് രാമേശ്വരത്തേക്ക് പോയി. അപ്പൊ അന്ന് ഹനുമാൻ ഇവിടെ വെച്ചും പോയ മലയാണ് ഇന്ന് ഗോവർദ്ധനം. ഇതാണ് ബ്രജഭൂമിയിലെ ഗ്രാമീണ കാഴ്ചകൾ. പിന്നെ ഗോവർദ്ധനത്തിന്റെ കഥ പറയുവാണെങ്കിൽ, ഇങ്ങ് ദ്വാപര യുഗം വരുമ്പോൾ ശ്രീകൃഷ്ണാവതാര സമയത്ത് ബ്രജവാസികളെ ഇന്ദ്രഭഗവാന്റെ കോപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ചെറുവിരലിൽ പൊക്കി നിർത്തിയ ഗോവർദ്ധനമാണ്. 7 ദിവസമാണ് ഈ ഗോവർദ്ധനഗിരിനെ കൃഷ്ണ ഭഗവാൻ ചെറുവിരലിന്റെ മേളിൽ ഒരു കുട പോലെ പൊക്കി നിർത്തിയത്. അന്ന് തൊട്ട് ഈ ഗോവർദ്ധന പരിക്രമ ചെയ്യുന്നത് പുണ്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പൊ ഇതാണ് രാധാകുണ്ട്, അല്ലെങ്കിൽ കുസുമ സരോവർ എന്നും അറിയപ്പെടും. ഇവിടെയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോക്കളെ മേയ്ക്കാനായിട്ട് വന്നുകൊണ്ടിരുന്നതും രാധാറാണീനെ കണ്ടുകൊണ്ടിരുന്നതും. ഇപ്പൊ രാധാറാണി ഇവിടെ വരുമായിരുന്നു. ഈ കുളം എത്രത്തോളം കാണുന്നുണ്ടോ അത്രത്തോളം താഴെ ഡീപ്പാണ്. അതുകൊണ്ട് ഇതിന്റെ അകത്ത് നമുക്ക് എൻട്രി പ്രൊഹിബിറ്റഡ് ആണ്, കാരണം സേഫ്റ്റി ഇഷ്യൂസ്. അതിനെ ഇവിടെ നിന്ന് കട്ടെടുത്ത് നമ്മൾ അകത്തോട്ടൊരു ചെറിയൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ആ അമ്പലം എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ സ്പോട്ടിൽ നിന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനത്തിനെ പൊക്കിയത്. അപ്പൊ ഇതാണ് അമ്പലം. അഗൈൻ ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പൊ ഞാൻ പോയി ദർശനമൊക്കെ കഴിഞ്ഞ് വെച്ച് തിരിച്ചു വരാം. ദർശനം കഴിഞ്ഞു തിരിച്ച് നമ്മൾ ഈ ഓട്ടോയിൽ തന്നെ കയറി. അപ്പൊ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊന്നുമില്ല. നമ്മുടെ ഉത്സവ പറമ്പുകളിൽ കാണുന്ന അതേ കാഴ്ചകൾ തന്നെ. ചെറിയ ചെറിയ കടകൾ, അതിൽ മാലയും വളയും കമ്മലും ഒക്കെ ഉണ്ട്. ഉച്ച സമയമായതുകൊണ്ടാണ് കേട്ടോ ചെറിയ കടകളൊക്കെ ചിലതൊക്കെ അടച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഗോവർദ്ധന പരിക്രമ എന്ന് പറയുന്നത് ഒരു 22 കിലോമീറ്റർ നമ്മൾ ഈ ഗോവർദ്ധനഗിരിക്ക് പ്രദക്ഷിണം വെക്കും. 22 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതുള്ളത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളവരായിരുന്നു, കാരണം പല ദേഹാസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓട്ടോയിൽ പോകുന്നത്. ഇവിടെ നടന്ന് പരിക്രമ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പൊ ഈ ഫെൻസിനകത്താണ് ഗോവർദ്ധനം ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ഫെൻസിന്റെ പുറത്താണ് പ്രദക്ഷിണം വെക്കുന്നത്. ഇവിടെ നല്ല റോഡൊക്കെ പണിതിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന ഈ ഓട്ടോയ്ക്ക് പെർ ഹെഡ് നമ്മൾ ഒരു 100 rupees പേ ചെയ്താൽ മതി. ഒരു ഓട്ടോയ്ക്കകത്ത് 5 പേരെ അവര് ഓക്യുപ്പൈ ചെയ്യും. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു 4-5 ഓട്ടോ ആണ് നമ്മൾ ഹയർ ചെയ്തത്. ഈ ഫെൻസിനകത്താണ് ഒരുപാട് ഔഷധ സസ്യങ്ങളും ഒരുപാട് നല്ല നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. കാരണം ഹിമാലയത്തിൽ നിന്ന് വന്ന കഷ്ണമല്ലേ.
ഇത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു ലോട്ടാജി മന്ദിരാണ്. ഈ ലോട്ടാജി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ കളിച്ച് നടന്നിരുന്ന ഒരു സഖാണ്. കൃഷ്ണ ഭഗവാൻ മഥുരയിലോട്ട് തിരിച്ചു പോയപ്പോൾ ലോട്ടാജിയുടെ അടുത്തും കൂടെ വരാൻ പറഞ്ഞു. പക്ഷെ ലോട്ടാജി പറഞ്ഞു, ബ്രജഭൂമി വിട്ടിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ലോട്ടാജി ഇവിടെ തന്നെ നിന്നു. അവർക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചതാണ് ആ അമ്പലം. നമ്മുടെ റൈറ്റ് സൈഡിൽ ഇപ്പൊ കാണുന്ന ആ ഒരു കുളമാണ് രുദ്രകുണ്ട് അല്ലെങ്കിൽ ബലരാം കുണ്ട്. ഗോവർദ്ധനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു വലിയ മലയല്ലേ? പക്ഷെ അല്ല, മലയല്ല. ഒരുപാട് കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്ന പോലത്തെ ഒരു സ്ഥലമാണ് ആക്ച്വലി ഇത് ഒരുപാട് വലുതായിരുന്നു. പക്ഷെ കാലക്രമേണ ഇത് ഭൂമിയിലോട്ട് താന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് താഴെ ഭൂമിക്കകത്തോട്ട് ഇങ്ങനെ വസിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ട് കുരങ്ങന്മാര്. പക്ഷെ ഇവര് വലിയ ഉപദ്രവകാരികളല്ലെന്ന് തോന്നുന്നു കേട്ടോ. ആരും ഇവരെ ഭയക്കുന്നില്ല. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മുടെ അടുത്ത് നേരത്തെ പറയും, നിങ്ങൾ ക്യാമറ എടുത്ത് അകത്ത് വെച്ചോ, കുരങ്ങന്മാരെ കൊണ്ടുപോകുന്നു. അപ്പൊ ഇതാണ് ഗോവർദ്ധന പരിക്രമയുടെ അവസാനത്തെ പടവ്. ഇതാണ് ഗോവർദ്ധനത്തിന്റെ ഗേറ്റും, എൻട്രൻസ് ഗേറ്റ്. അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങളും ഫോട്ടോ എടുത്തു. അപ്പൊ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഈ 2 ദിവസത്തെ യാത്ര ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങളും ബാക്കി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.